ഇന്നൊരു കൂർക്ക വരട്ടിന്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. കൂർക്ക ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയാലേ ഇനി കൂർക്ക കഴിക്കാത്തവരും കഴിക്കൂട്ടോ. ഇത് ഞാൻ തള്ളിയതല്ല, ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂർക്ക വരട്ടാട്ടോ ഇത്. ഇതുപോലൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിലേ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കേണ്ട ഐറ്റമാണ്. എന്നാലേ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഉണ്ടാക്കിയെടുക്കാം, എന്നാലേ നല്ല രുചിയുമാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം. അപ്പൊ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓള് തന്നെ മറക്കാതെ അമർത്തിയേക്കണേ. എന്നാലേ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കൂർക്ക ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വൃത്തിയാക്കുന്ന ഓർത്താ പലരും ഇത് ഉണ്ടാക്കാൻ പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കാം കേട്ടോ. ഇത് ഞാനിന്നൊന്ന് ക്ലീൻ ആക്കിയും കൂടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ചെയ്ത് കഴിഞ്ഞാലേ വളരെ പെട്ടെന്ന് റെഡിയാവും. അതിനുവേണ്ടി ഒരു കുക്കർ ഒന്ന് എടുത്തിട്ട് ഇതൊന്ന് കഴുകി ഇതിന്റെ പുറത്തുള്ള ആ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഈ കുക്കറിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കൂടെ ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, അതായത് ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വേണമെന്നില്ല, 1 വിസിൽ തന്നെ ഇത് വെന്ത് കിട്ടും വരെ ഒന്ന് വേവിച്ചെടുത്താലേ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പൊ ദാണ്ടെ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. എനിക്കൊരു 2 ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തതേ. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു വല്ലാത്ത കളറിലുള്ള വെള്ളമായിരുന്നു. അപ്പൊ അത് ഞാൻ ഒന്ന് മാറ്റിയതാണ്, ഒരു വെള്ളം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, പെട്ടെന്ന് തന്നെ തൊലി അങ്ങ് ഇളകി കിട്ടും, ഇതൊന്ന് വെന്തും കിട്ടും. അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയാൽ മതി, വളരെ പെട്ടെന്ന് തന്നെ കൂർക്ക വൃത്തിയായത് കണ്ടോ. ജസ്റ്റ് ഒന്ന് തൊട്ടാലേ ആ തൊലി അങ്ങ് ഇളകും. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ കയ്യിലെ കറ പിടിപ്പിക്കുക ഒന്നും വേണ്ട, അതുപോലെ ചുരണ്ടി ഒന്നും കഷ്ടപ്പെടേണ്ട, പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കണ്ടോ. അപ്പൊ ഇതുപോലൊന്ന് ചെയ്ത് എല്ലാം ഒന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാനേ, ഈ വരട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു വലിയ സവാളയാണ് എടുത്തത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുമ്പോഴേ നല്ലൊരു തിക്നെസ് ഒക്കെ കിട്ടും കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി വരും. ഞാനിത് ചോപ്പറിലൊന്ന് അരിഞ്ഞെടുത്തത്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചതച്ചതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. ചേർത്തിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴണ്ട് വരണം. അതുപോലെ ഈ സവാളയും കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പൊ ദാണ്ട് ഇത് നന്നായിട്ട് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2 തക്കാളി, ഒരു മീഡിയം സൈസ് 2 തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളി 2 തന്നെ എടുക്കണം, നല്ലൊരു ടേസ്റ്റ് ആപ്പോഴേ. അതും ഒന്ന് ചോപ്പറിലിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടേ ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് അതും കൂടെ കൊടുത്തിട്ട് ഈ തക്കാളിയുടെയൊക്കെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ അത്യാവശ്യമായി നന്നായിട്ടൊന്ന് വെന്ത് വരണേ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 1-1.5 മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റേണ്ടി വരും, അപ്പോഴേക്കും ഈ തക്കാളി വെന്ത് വരത്തോളെ. ഈ ചെറുതായിട്ട് അരിഞ്ഞതിന്റെ പേര് തന്നെ അത് പെട്ടെന്ന് അങ്ങ് ആവുകയും ചെയ്യും. അപ്പൊ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടേ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആട്ടോ ചേർക്കുന്നത്. നല്ലൊരു കളറാണ്, എരിവ് കുറവാണ്. നിങ്ങൾ ഇനി സാധാ മുളക് പൊടിയോ ചേർക്കുന്നെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാവും. ഇതും കൂടെ ചേർത്തിട്ട് 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നമുക്കൊരു കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഒക്കെ ഗരം മസാലയുടെ ആവശ്യമുള്ളൂ. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ വഴറ്റുമ്പോഴേ ആ ഫ്ലെയിമൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. താണ്ടിപ്പോൾ ആ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് ഒന്ന് വന്നിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഈ സമയം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം ചേർക്കുക. ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ഈ മസാലയായിട്ട് നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കാവേ.
ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ കൂർക്ക വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്തിട്ട് വേവിക്കാം. ഞാൻ ഉപ്പൊന്നും ചേർക്കാതാണ് വേവിച്ചതേ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് ഞാൻ ഒരല്പം വെള്ളവും കൂടെ ചേർക്കുന്നുണ്ടേ, വെള്ളം കുറവാന്ന് തോന്നിയിട്ടേ. എന്നിട്ട് വീണ്ടും ഇതൊന്നും കൂടെ അങ്ങ് മിക്സാക്കി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന കൂർക്ക ഞാൻ ഇതുപോലെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞും കൂടെ വെച്ചിട്ടുണ്ടേ. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയരുത്, അപ്പോൾ ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടേ ഇനി അതോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഈ മസാലയായിട്ട് നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കണം. ഈ വെള്ളത്തിന്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. ഈ മസാല എല്ലാം ഇതിനകത്ത് പിടിച്ചു വരണം. അതുവരെ ഒന്ന് വേവിക്കണേ. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. ഇനി കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാവേ. ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ബീഫ് കറിയൊക്കെ തോറ്റുപോകും കേട്ടോ, അത്രയ്ക്കൊരു ടേസ്റ്റാണ് ഇതിന്. ഞാൻ തള്ളിയതല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രുചിയാണ് ഈ കൂർക്ക ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ. അപ്പോൾ കൂർക്ക ഇഷ്ടമല്ലാത്തവരും കഴിക്കും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് അവിടെ അങ്ങോട്ട് ഇരുന്ന് വേവട്ടെ. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വേവുമ്പോഴേക്കും ഇത് സെറ്റ് ആവും കേട്ടോ. അതാണ്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. മസാല എല്ലാം കൂർക്കയ്ക്കകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ കുറച്ചും കൂടെ വറ്റിക്കാം. പക്ഷെ ഞാൻ ഈ പരുവത്തിനാട്ടോ എടുക്കുന്നത്. എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക്. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.